പോലുള്ള ഇത്രയും നല്ല സിനിമകൾ ചെയ്ത ഉണ്ണിക്ക് ചാൻസ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഇപ്പം ചാൻസ് ഇപ്പം ഓപ്ഷനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം പഴയ പോലെയല്ല, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിൽ നമ്മൾ കോമ്പറ്റീഷനാണ്, ചോദിക്കാൻ നമുക്ക് ഒരിക്കലും ചാൻസ് കിട്ടില്ല. ഞാൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജിയോ ചേട്ടൻ ഞാനിപ്പോൾ ഒരു പടം കഴിഞ്ഞുള്ളൂ, ഞാൻ ജിയോ ചേട്ടൻ പറഞ്ഞ അടുത്ത പടത്തിൽ നായകനാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയില്ല തരുമോന്ന്. ചേട്ടൻ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പൊ അടുത്ത പടത്തിന്റെ അടുത്ത് സെറ്റായി. ഈ അവസരം ഒരു ചാൻസ് ചോദിക്കാനുള്ള അവസരമായിട്ട് തരുന്നു ജിയോ ചേട്ടന്റെ അടുത്ത സിനിമ. ഞാൻ ഇതിന്റെ ചോദിച്ചിട്ടുണ്ടല്ലോ എത്ര പ്രാവശ്യം. അപ്പൊ പിന്നെ ഇതും ഫിക്സാ. ഞാനോട് വിളിച്ച് ചോദിക്കാനൊന്നും. ഞാൻ ആ ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ട്. സുചേട്ടാ, സൗഹൃദങ്ങളെ പറ്റിയുള്ള ഒരു സിനിമയാണ്. സുചേട്ടന്റെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര സൗഹൃദങ്ങളുള്ള ആളാണ് ഞാൻ. അത് മറ്റേ സിനിമ മാത്രമല്ല, ഇപ്പൊ ഞാൻ പരിചയപ്പെടുന്നവരൊക്കെ ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഞാൻ. അത് ഒരാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗഹൃദമല്ല, മനസ്സിലായി. നല്ല സൗഹൃദങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. സൗഹൃദങ്ങളാണ് ഞാൻ ഫസ്റ്റ്. എനിക്ക് അത്യാവശ്യം കൂടുതൽ സിനിമ പറയുന്ന പോലെ തന്നെ കൂടുതൽ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബെസ്റ്റ് സൗഹൃദം ആരുടെ കൂടെ ഉള്ളതായിരിക്കും? അങ്ങനെയല്ലെന്ന്. ഇത് ശരിക്കും ഞാൻ എപ്പോഴും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സിനിമയിലെ സൗഹൃദം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അയാളുടെ പാരലോ തൊട്ട് ജസ്റ്റ് പുറകിലോ ഉണ്ടെങ്കിലുള്ള സൗഹൃദം. കുറെ പുറകിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദം കുറച്ച് കട്ടാകാൻ ചാൻസ് കാണണം. സിനിമ മാത്രമല്ല, ഇപ്പൊ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന ആണെങ്കിൽ പോലും ആ സ്കൂൾ സൗഹൃദങ്ങളിലുണ്ട് ഇത്. അയാളിപ്പോ എന്റെ കൂടെ പഠിച്ച ഡോക്ടർ ആണെങ്കിൽ ഞാൻ പറയാം എന്റെ ഫ്രണ്ടാ ഇല്ലേ, എപ്പോഴും അങ്ങനൊക്കെ തന്നെ ആയിരിക്കും കൂടുതൽ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന ആളെങ്കിൽ ഒരു ജേണി, അതായത് നമ്മൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കും, പ്രൊഫഷനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അയാൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും അതിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു സൗഹൃദം ഉണ്ടാവും. പണ്ട് മറന്നു ചില തെറ്റിദ്ധാരണയുടെ പേര് അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞു പോയ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, അതിൽ ആരെങ്കിലും സുഹൃത്തുക്കളെ ഇപ്പം മീറ്റ് ചെയ്യണമെന്ന് വല്ല ആഗ്രഹമുണ്ട്? ഇല്ല, അങ്ങനെ പിരിഞ്ഞൊന്നും പോയിട്ടില്ല. അല്ല, അങ്ങനെ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇപ്പോഴും ഉള്ള ആൾക്കാരുണ്ട്. പിന്നെ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സൗഹൃദം എപ്പോഴും വിളിക്കും. ചിലപ്പോ കുറെ ഒരു 5 വർഷം മുമ്പുള്ള ചില സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർ ഇത്തിരി വിളി കുറവായിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അത് ജോലിക്ക് അറിയാൻ പറ്റും. ഇല്ല, ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. സിനിമയിൽ എപ്പോഴും നമ്മൾ പണിയെടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ സൗഹൃദങ്ങൾ വരും. അതൊരു ഞാൻ പറഞ്ഞില്ലേ, യാത്ര ചെയ്യുന്നതിന്റെ അനുസരിച്ച് നമ്മൾ പാരലാണെങ്കിലും പുറകിലാണെങ്കിലും കുറെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദങ്ങൾക്ക് ഇത്തിരി കുറഞ്ഞു നിന്നിരിക്കും. അങ്ങനെ ജിയോ സാറിന് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ പുരുഷന്മാരുടെ ഫീലിങ്സിനെ പറ്റിയും അല്ലെങ്കിൽ കാതലിന്റെ കോറ് സിനിമയിൽ എടുക്കുകയാണെങ്കിൽ 2 സ്വവർഗ അനുരാഗികളുടെ കഥകളൊക്കെ പറയുന്നതാണ്. എപ്പോഴും നമ്മൾ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണ്, സ്ത്രീകളുടെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സാറിന് സിനിമയിൽ കുറച്ചുകൂടെ പുരുഷന്മാർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാലഘട്ടത്തിലാണോ ഉള്ളത്? അതെ, ഞാൻ അങ്ങനത്തെ ഈ കാതൽ മാത്രമാണ് അങ്ങനെയുള്ള സിനിമ, അങ്ങനെ ഒരു സിനിമ ചെയ്തത്. പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കണം. അത്തരം സിനിമകളൊക്കെ വരും ഇനി അങ്ങനെയൊക്കെയുള്ള സിനിമകളായിരിക്കും ഇനി ഉണ്ടാവും. എല്ലാ സിനിമകളും എന്നല്ല, നമ്മൾ പുരുഷന്മാരെ ഇത്രയും കാലം സിനിമയിൽ ട്രീറ്റ് ചെയ്തത് വേറൊരു തരത്തിലാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അതിൻ്റെയൊക്കെ സൂചനകളൊക്കെ വന്നല്ലോ അല്ലേ. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് എടുത്ത് നോക്കിയാലും അല്ലേ, അതിലൊക്കെ പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ എന്താണ് വൈ വി ആർ ലൈക്ക് ദിസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ. എന്തുകൊണ്ട് നമ്മൾ ആണുങ്ങൾ ഇങ്ങനെയാവുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ലോകം മൊത്തം എടുത്ത് നോക്കിയാൽ ആത്മഹത്യ ചെയ്യുന്നത് ആണുങ്ങളാണ് കൂടുതൽ. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കൂടുതൽ ആണുങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വരും സിനിമയിൽ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.